ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്മസ് ദിനത്തിൽ തന്നെ കാശിനാഥൻ എന്ന വ്യക്തിയെ കാണുവാനിടയായി. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്കൊരു സന്ദർശനം നടത്തുവാൻ കർത്താവ് ഇടയാക്കി. രോഗിയായ ഇദ്ദേഹം കുറേ നാളായി ജോലിക്കൊന്നും പോകുവാൻ സാധിക്കാതെ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വേറെ ജോലിയൊന്നുമില്ല, ഇവർക്കാണെങ്കിൽ മക്കളുമില്ല. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്നോ ആ ചേർച്ചയിൽ നിന്നോ യാതൊരു പരാതിയും കേട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞത് രോഗത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണെന്നും ESI വഴി ലഭിച്ച ആനുകൂല്യം കൊണ്ട് ചികിത്സാ സഹായം ലഭിച്ചതിനെ പറ്റി ദൈവത്തിന് നന്ദി പറയുന്ന ആ ഒരു സാഹചര്യവും എനിക്ക് കേൾക്കുവാനിടയായി. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സഹായിക്കുന്ന ഭാര്യയെപ്പറ്റിയും വളരെയധികം പ്രശംസിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ തന്നെ ആ ചേച്ചിയും അദ്ദേഹത്തിനോട് അത്രയധികം സ്നേഹമാണ് കാത്ത് സൂക്ഷിക്കുന്നത്. തൻ്റെ സഹോദരിമാർ എത്രയധികം സ്നേഹത്തോടെയാണ് പരിചരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയുമ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതമടക്കുവാനായിട്ട് സാധിച്ചില്ല. ഒരു ഉയർന്ന സ്ഥലത്തെ ഒരു വാഹനം പോലും വീട്ടുപടിക്കലെത്താത്ത ഈ വീട്ടിൽ ഉള്ളതുകൊണ്ട് തൃപ്തിയായി ജീവിക്കുന്ന ഈ ദമ്പതികളിൽ നിന്ന് എത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ആയിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. കർത്താവിൽ പ്രിയരെ, എത്രയധികം വചനങ്ങൾ നമ്മൾ കേട്ടു. കർത്താവിൽ നിന്ന് എത്രയധികം ധൈര്യവും ഉറപ്പും നമുക്ക് ലഭിച്ചു. എങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാശിനാഥന് ഉള്ള ആ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എത്ര കുലീനമായിട്ടാണ് അദ്ദേഹം നേരിടുന്നത്. ഇന്ന് അനേക വചനങ്ങൾ കേട്ട് കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ച നമ്മളിൽ എത്ര പേർക്ക് സംതൃപ്തിയോട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോ അല്ലെങ്കിൽ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കോ എന്നോട് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇത് ദൈവം തരുന്ന പ്രോമിസാണ്. ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ധൈര്യത്തോട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടയിടത്ത് പരാതികളും പിറുപിറുപ്പുകളുമായിട്ട് ഉള്ള സംതൃപ്തി കളഞ്ഞു കുളിക്കാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനം കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷവും സമാധാനവുമാകട്ടെ. ആമീൻ.